വെറും ഒരു ദിവസം കൊണ്ട് തായ്ലൻഡിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബാങ്കോക്കിലെ നമ്മുടെ അവസാനത്തെ ദിവസമായിരുന്നു. രാവിലെ തന്നെ എണീറ്റ് റെഡിയായി ഹോട്ടലിലെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പോയത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഇവിടുന്ന് ഗ്രീൻ ലൈൻ മെട്രോ കയറി നമുക്ക് ഇറങ്ങേണ്ടത് കെഹ സ്റ്റേഷനിലാണ്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്. ഈ ഒരു ടാക്സിയിൽ കയറി 20 ബാത്ത് കൊടുത്താൽ നമ്മളിതാ ഇപ്പോൾ കൊണ്ടുവന്നിറക്കിയ സ്ഥലമാണ് ഏൻഷ്യൻ സിറ്റി അഥവാ മുവാങ് ബൊറാൻ. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് ഏകദേശം 1500 രൂപ വരുമെങ്കിലും ക്ലൂക്ക് ആപ്പ് വഴിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 50% ഡിസ്കൗണ്ട് കിട്ടും. ഏകദേശം 300 ഏക്കറിലായി പരന്നു നടക്കുന്ന ഈ ഏൻഷ്യൻ സിറ്റി നമുക്ക് നടന്നു കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഗോൾഫ് കാർട്ടും ഇലക്ട്രിക് ബൈക്കും സൈക്കിളും ഒക്കെ റെന്റിന് കിട്ടും. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്പീഡിൽ ഈ നഗരം ചുറ്റി കാണാൻ ഈ ഗോൾഫ് കാർട്ട് തന്നെയാണ് ബെസ്റ്റ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ റെന്റിന് എടുത്തു. 350 ബാത്തായിരുന്നു ആദ്യത്തെ 1 മണിക്കൂറിന് റെന്റ്. പിന്നെ ഓരോ മണിക്കൂറിനും 100 ബാത്ത് വെച്ച് കൊടുക്കേണ്ടി വരും. തായ്ലൻഡിന്റെ ചരിത്രവും സംസ്കാരവും അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി ഒരിടത്ത് കാണണമെങ്കിൽ സമുദ് പ്രക്കാനിലെ ഏൻഷ്യൻ സിറ്റി അഥവാ മുവാങ് ബൊറാൻ തന്നെ വരണം. തായ്ലൻഡിന്റെ ഭൂപടത്തിന്റെ ആകൃതിയിൽ ഉണ്ടാക്കിയ ഈ മ്യൂസിയം രാജ്യത്തുടനീളമുള്ള കൊട്ടാരങ്ങളുടെയും ബുദ്ധക്ഷേത്രങ്ങളുടെയും ചരിത്രപരമായ കെട്ടിടങ്ങളുടെയും തനി പകർപ്പുകൾ ഉൾപ്പെടുന്നു. എന്തായാലും ഈ ഗോൾഫ് കാർട്ട് ഓടിച്ചടക്കാൻ നല്ല രസമാണ്. കാരണം ഇത് കിട്ടിയപ്പോൾ തൊട്ടേ എന്റെ ഭാര്യയുടെ കയ്യിലാണ്. ഞാൻ ഒന്നും ഓടിക്കാൻ ചോദിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിയപ്പോൾ തൊട്ട് സമയം ഏകദേശം ഒരു 100 വർഷം പിന്നോട്ട് പോയതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. തായ്ലൻഡിലെ പഴയ കാലത്തേക്ക് ഒരു മാന്ത്രിക യാത്ര പോയതുപോലെ. ഓരോ കൊട്ടാരവും ക്ഷേത്രങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു. ഇതൊക്കെ എങ്ങനെ ഇവിടെ ഉണ്ടാക്കി? തായ്ലൻഡിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. കാരണം ഇത്രയും മനോഹരമായ ഒരു തായ് വാസ്തുവിദ്യ ഇത്ര അടുത്ത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും രോമാഞ്ചം വന്നുപോയി. ഇവിടുത്തെ ഓരോ കെട്ടിടത്തിനും ഓരോ പ്രതിമയ്ക്കും പിന്നിൽ ഓരോ കഥകളുണ്ട്. അതൊക്കെ നേരിട്ട് വന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സ്വപ്നലോകത്തിലെ പോലെയുള്ള ഈ ഒരു സ്വർണ്ണ കൊട്ടാരമായിരുന്നു. ഏൻഷ്യൻ സിറ്റിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് ഞാൻ പറയും. കാഴ്ചകളൊക്കെ കണ്ടുവന്നപ്പോൾ നമ്മുടെ ഗണപതിയും കണ്ടുമുട്ടി. താമരപ്പൂക്കൾക്ക് നടുവിലെ ഈ കാഴ്ച എത്ര നേരം നോക്കി നിന്നാലും മതിയാവത്തില്ല. അങ്ങനെ ഏകദേശം 4 മണിക്കൂറിന് ശേഷം മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും നമ്മുടെ ഗോൾഫ് കാർട്ട് നമ്മൾ തിരികെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഒരു മിനി റോഡ് ട്രിപ്പിന്റെ ഫീൽ തന്നെയായിരുന്നു. ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. നന്ദി.